നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം വിധി പോലെ നടക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ. അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ശരത്തെ? അത് എന്റെയും നിത്യയുടെയും കല്യാണക്കാര്യം. അത് 1 വർഷം കഴിഞ്ഞ് മതിയെന്ന് നമ്മൾ തീരുമാനിച്ചല്ലേ സർ? അതുപോരാ, വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണം. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? കല്യാണം കുട്ടിക്കളിയൊന്നും അല്ല ശരത്തെ. അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുക്കാനും പറ്റില്ല. ഇത് എന്റെയും നിത്യയുടെയും ഭാവിയുടെ കാര്യമാണ്. തീരുമാനം പെട്ടെന്ന് എടുത്തേ പറ്റൂ. അത് നടക്കില്ല ശരത്തെ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന സുധിയുടെ 1 വർഷത്തെ ആണ്ട് കഴിഞ്ഞേ കല്യാണം നടത്താൻ പറ്റും. എനിക്ക് വിദേശത്ത് നല്ലൊരു ജോലി ഓഫർ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് നിത്യ ഒപ്പം കൊണ്ടുപോകണമെന്ന് എന്റെ ആഗ്രഹം. ഇപ്പൊ നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോ നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ 2-3 വർഷം കഴിഞ്ഞായിരിക്കും എനിക്ക് ലീവ് കിട്ടുന്നത്. അതൊന്നും സാരമില്ല. നിത്യ ചെറിയ കുട്ടിയല്ലേ. പെട്ടെന്ന് കല്യാണം നടത്തിവിടാൻ ഇവിടെ ആർക്കും ധൃതിയൊന്നുമില്ല, അല്ലേ അച്ഛാ? മാത്രല്ല, അവളെ വിദേശത്തേക്ക് വിടാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെ, ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ അവളുണ്ടാകുന്ന ഞങ്ങളുടെ സന്തോഷം. ജയിച്ചൂന്ന് കരുതണ്ട. നീ എങ്ങനെ കളിക്കണമെന്ന് നന്നായി അറിയാവുന്നവനാ ശരത്ത്. വേണ്ടി വന്ന ഈ വീട്ടിലൊരു കൂട്ട ആത്മഹത്യനെ പ്ലാൻ ചെയ്യും. കാണാമറയത്തിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ പിറന്നാളാ ഇന്ന്. കാത്തുകൊള്ളണേ തമ്പുരാനെ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എന്റെ മോനെ, നിനക്കു വേണ്ടി. അപ്പച്ചി, മോളെ മോളെ നീ? ഞാനല്ലേ എന്റെ പിശാചും. അല്ല, അപ്പച്ചി എന്താ ഇവിടെ? പള്ളി കുരിശടിക്ക് മുമ്പിൽ മെഴുകുതിരി പ്രാർത്ഥന. അത് പിന്നെ ഒരുപാട് ശക്തിയുള്ള ഇട ഇത്. അതുകൊണ്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. അതും നിനക്ക് വേണ്ടിയാ.
അപ്പോ എന്റെ മോനീന്ന് അപ്പച്ചി പറഞ്ഞത് കേട്ടല്ലോ. ആ അത് പിന്നെ ഉണ്ണിയേശുവിനെ കുറിച്ച്. ഉണ്ണിയേശു എല്ലാവരുടെയും മകനല്ലേ? ശരി ശരി. എന്നാ കന്യാമറി ഒന്ന് വാ, വെയില് കൊള്ളണ്ട. അല്ല മോളെ, ഞാനിവിടെ മെഴുകുതിരി കത്തിച്ചതിന് മോക്ക് എന്തെങ്കിലും ദേഷ്യം? എനിക്കെന്ത് ദേഷ്യം? അല്ല, ഇന്ത്യ ഒരു മതേതര രാജ്യം ആയതുകൊണ്ട് ഓൾ കൃഷ്ണൻ, ക്രിസ്തു, അള്ളാ ഇവരെല്ലാം നമുക്ക്. അപ്പച്ചി, മെഴുകുതിരി കത്തിച്ചാലും നെയ്വിളക്ക് തെളിച്ചാലും ഇരുട്ടിൽ വെളിച്ചം വന്നാ മതിയെന്ന പണ്ട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പച്ചി ഒന്ന് വന്നേ. വരാൻ. ഓ, ഇവൾക്ക് ഇത്രയും വിവരോ? ഓ എന്റെ കർത്താവേ. അപ്പച്ചി വന്നേ. കാത്തോണേ, രക്ഷോണേ. ഗുഡ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഡോക്ടർ നിരഞ്ജനെ ഫോളോ ചെയ്യാൻ 2 വിശ്വസ്തരെ ഇട്ടു. അതെ, ഒരു അഭിനന്ദനമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഡാമിറ്റ്. ഇത്രയും കാലം കൂടെ ജോലി ചെയ്തിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിരഞ്ജൻ എന്ന ബുദ്ധികൂർമ്മത കൂടിയ നരിയെ, അല്ല സിംഹത്തെ. സി ഡോക്ടർ സുനിത, വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയുന്നു, നിങ്ങളൊരു വിഡ്ഢിയാണെന്ന്. What do you mean? വാട്ട് ഐ സെഡ്. നിരഞ്ജനെ പോലൊരാളെ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ 2 പേരെ ഇട്ടാൽ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ അയാൾ 20 പേരെ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ വിരിച്ച വലയിൽ അവനല്ല, നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണു. ഇനിയിപ്പോ എന്ത്? ഞാൻ പറഞ്ഞില്ലേ, ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് സാത്വിക ഭാവത്തിലിരുന്നാലും മുണ്ടു മടക്കി കുത്തി പൂവരണി നിരഞ്ജനൊന്ന് ഇറങ്ങിയാൽ, അയാളൊന്ന് ഊതിയാൽ അത് കൊടുങ്കാറ്റാ, പറക്കും. ഞാനും ഡോക്ടറും സകല അസുര കൂട്ടങ്ങളും. ഞാനിപ്പോ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. യുദ്ധമുന്നണിയിലും പടമുഖത്തും പരസ്പരം മുറിവേൽപ്പിക്കലുകളില്ല. പക്ഷേ ഇവിടെ എടുക്കേണ്ടത് ചതിയുടെ തന്ത്രം. ഉറങ്ങിക്കിടക്കുമ്പോ മിണ്ടാതെ ചെന്ന് കൂടുകരിക്കുക, അശ്വത്ഥാമാവിന്റെ അതേ തന്ത്രം. ദേവികയെ പൂട്ടാൻ ഹോസ്പിറ്റലിൽ ഒരാൾ വേണം, നമ്മുടെ ആളായിട്ട്. അതിന് സമ്മതിക്കോ ഡോക്ടർ അക്ഷര മാഡം? സമ്മതിപ്പിക്കണം. ശരി, പക്ഷെ ഡോക്ടർ നിരഞ്ജനെ ട്രേസ് ചെയ്യാനുള്ള പണി ഇവിടെ നിർത്തിക്കോ. കോൾ ദം ബാക്ക്. വേറൊന്നുമല്ല, അപകടത്തിന്റെ ചുവട് എത്ര ദൂരെ നിന്നും അളന്നെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അയാൾക്ക്. അല്ല, അദ്ദേഹത്തിന്. കഴിവുള്ള ശത്രുവിനെ സല്യൂട്ട് ചെയ്യണം. അതാണ് വിശാലിന്റെ പാഠം. പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള വഴി നോക്ക്. ഒന്നുകിൽ സ്റ്റാഫ് ലീവിൽ പോകണം, അല്ലെങ്കിൽ ലീവിൽ പോവാനുള്ള വഴി ഉണ്ടാക്കണം. യു ഗോട്ട് ഇറ്റ്? മനസ്സിലായി. പിന്നെ ഡോക്ടർ നിരഞ്ജൻ, അയാൾക്ക് പറ്റിയ ഒന്നാന്തരം വേട്ടക്കാരെ ഞാൻ ഇറക്കുന്നുണ്ട്.